നമസ്കാരം. നാളെ ഒരു റോൾസ് റോയ്സ് കാറ് ഇവിടെയൊക്കെയുണ്ട്, പലയിടത്തും ഉണ്ട്. ആ റോൾസ് റോയ്സ് കാറിൻ്റെ ബോണറ്റുമേ ഇങ്ങനെ ചാരി നിന്ന്, കൈയൊക്കെ കുത്തി ഇങ്ങനെ ചാരി നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു. ഈ റോൾസ് റോയ്സ് കാർ ആരുടെയാണെന്നറിയോ? അപ്പുറത്തെ ഏതോ വീട്ടുകാരൻ്റെ. ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? ഞാനിതിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പോൾ അവർ ഓക്കെ സ്വാമി, ഓക്കെ. അപ്പം അങ്ങനെ പറയും. അതിനകത്ത് കയറിയിരുന്നും ഫോട്ടോ എടുത്തോളൂ. അങ്ങനെ അകത്ത് കയറിയിരുന്നും കയ്യൊക്കെയും ആ ഡോർമ വെച്ചിട്ടൊക്കെ ഒരു ഫോട്ടോ. ഇത് എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിലിടുന്നു, യൂട്യൂബിലിടുന്നു. നിങ്ങളത് കാണുന്നു. എന്നിട്ട് നിങ്ങൾ പറയും, ഓ സ്വാമി റോൾസ് റോയ്സ്, സ്വാമി നമ്മൾ വിചാരിച്ച ആളല്ല കേട്ടോ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സ്വാമി സ്വയം എന്താ വിചാരിക്കുക? നീ ആളാരും മക്കുണൻ. വല്ലവരുടെയും കാർമേ കയറി നിന്നിട്ട് ഫോട്ടോ എടുത്ത് നിനക്കെന്ത് നേട്ടമുണ്ടായടാ? അതിൻ്റെ പേരിൽ എന്തൊരു ഗ്രേസാണ് വളർന്നു പോയത് എന്ന് നിനക്ക് കാണാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന മഞ്ജു വാര്യർ ഇന്നലെ ഒരു ബൈക്ക് ഓടിച്ച് പോകുന്നുണ്ടായിരുന്നു. പിന്നാലെ വലിയൊരു ജീപ്പിൽ വന്ന് അതിൻ്റെ ഫോട്ടോ എടുത്തു, ജനങ്ങളെ കാണിച്ചു. മഞ്ജു വാര്യരെ, നിങ്ങൾ തോറ്റു പോകുന്നൊരു സ്ത്രീയാണ് കേട്ടോ. ഈ കാണിക്കുന്ന പത്രാസുകളൊക്കെ നിങ്ങളുടെ വില കുറച്ച് കൊണ്ടുവരിക ചെയ്യുന്നത്, കൂട്ടിക്കൊണ്ടുവരിക ചെയ്യുന്നത്. ഒറ്റ വാക്കിൽ ഞാൻ ഇതിനെ പരിപൂർണമാക്കാം. നിങ്ങളൊരു അമ്മയാണ്. ഓർമ്മിക്കുന്നുണ്ടോ നിങ്ങൾ മീനാക്ഷിയെക്കുറിച്ച്? നമസ്കാരം. ഞാൻ എന്ന് പറയുന്ന ഈ ആള് ഇവിടെ കൃസംഗീളം ചാമിയാര്, കള്ളസന്യാസി, കള്ളസ്വാമി എന്ന് വിളിക്കുന്ന ഈ ഞാൻ, എന്നെ അറിയുന്നവർ എന്നെ സന്യാസി, സ്വാമി എന്നും വിളിക്കും. ഈ ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ദുബായിലേക്ക് പോകുമ്പോൾ പലരും പുറകിൽ വിളിക്കും, ആ സ്വാമി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഞാൻ അറിയാത്ത ആളുകൾ പോലും എന്നെ അറിയുന്നുണ്ട്. അവരെന്നെ കാണുന്നത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ജസ്റ്റ് ദേ ആർ ഗെറ്റിംഗ് എ ഗ്ലാൻസ്, ദാറ്റ്സ് ഓൾ. ആ സമയത്ത് എനിക്ക് കയ്യും ഒരു വജ്രമോതിരിടാം, വജ്രം പതിപ്പിച്ച മോതിരിടാം, സ്വർണം കെട്ടിയ രുദ്രാക്ഷമിടാം, 17,000 രൂപയുടെ ഷൂ ധരിക്കാം, 25,000 രൂപയുടെ കൂളിംഗ് ഗ്ലാസ് ധരിക്കാം. റോൾസ് റോയ്സ് കാർ തൃശ്ശൂർ കിട്ടും, ചെമ്മണ്ണൂരിൻ്റെ വാടകയ്ക്ക്, അത് വിളിച്ചൊന്ന് വിലസാം. അങ്ങനെ ഒരു 1-2 ലക്ഷം വെച്ചാൽ വിടാം. എന്തിനു വേണ്ടിയിട്ടറിയോ? നാട്ടുകാരുടെ മുമ്പിൽ മേത്തയാവാന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, ആകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കും. 1.5 ലക്ഷം ആ വഴിക്ക് പോയി. എന്തുണ്ട് ഗുണം? ഇവിടെ വലുതാവേണ്ടത് നീ വലിയവനാണ് എന്ന് പറയേണ്ടത് ഈ ലോകരല്ല. ലോകര് പറയണം, ആയിക്കോട്ടെ, അവനവൻ ആദ്യം പറയണം. ലോകരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം, ഇല്ലാത്ത പെരുമ ഉണ്ടാക്കിപ്പിക്കാം. TV ചാനലിലൊക്കെയും കണ്ടിട്ടില്ല, ഏതെങ്കിലും വസ്തു കൊണ്ട് കാണിച്ച്, ഏതെങ്കിലും ചാണകവരണ്ടി ആയാലും കുഴപ്പമില്ല, മമ്മൂട്ടി ഒന്ന് പറയാം ദിവസം ഇത് 3 നേരം കഴിക്കൂ എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ ആൾക്കാർ ഇവിടെ തയ്യാറാണ്. അപ്പം ഇല്ലാത്ത പെരുമ ഉണ്ടാക്കാം. ആ ഇല്ലാത്ത പെരുമ നിന്നെക്കുറിച്ച് നിന്റെ മനസ്സിലുണ്ടാക്കാൻ കഴിയില്ല. അതിന് നീ തന്നെ ഉണ്ടാക്കണം. ആരും അറിയാതെ ഏതെങ്കിലും ഒരു പണക്കാരൻ്റെ വീട്ടിൽ കയറി മോഷ്ടിച്ച് കോടികളുണ്ടാക്കി
അല്ലെങ്കിൽ ആരെങ്കിലും കൊന്ന് കൊള്ളയടിച്ച് കോടികളുണ്ടാക്കി, അല്ലെങ്കിൽ വല്ല ബാങ്ക് പൊളിച്ച് അതിൽ നിന്ന് കോടികളുണ്ടാക്കി, ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒരാളും അറിഞ്ഞിട്ടില്ല. പോലീസിനോട്ട് പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. വലിയ വീട് വെച്ചു, കാറ് വാങ്ങിച്ചു, സുന്ദരിയായിട്ടുള്ള ഭാര്യ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരാളറിയുന്നുണ്ട് കേട്ടോ. ഒരാളറിയുന്നുണ്ട് സത്യം. ആരാണ്? എല്ലാവരും പറയും ഈശ്വരൻ അറിയുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, ഭഗവാൻ അറിയുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, എന്തോ ഞാൻ നിരീശ്വരവാദിയാ, എനിക്കൊരു അള്ളാഹുവും ഇല്ല, ഒരു ഈശ്വരനും ഇല്ല, ഒരു ഭഗവാനും ഇല്ല. എന്നാലും ഒരാൾ അറിയുന്നുണ്ട്. ഈശ്വരൻ്റെ കാര്യം വിട്, എനിക്ക് ഈശ്വര വിശ്വാസമില്ല, ഈശ്വരൻ്റെ കാര്യം വിട്. അപ്പം പിന്നെ ആരാ അറിയുന്നത്? നീ അറിയുന്നുണ്ടോ? നീ അറിയുന്നുണ്ടോ? നാട്ടുകാർ മുഴുവൻ പറയും, ഓ അങ്ങനെ വലിയ ആളാ, മിടുക്കനാ, മറ്റുള്ളവരെ സഹായിക്കുന്നവനൊക്കെയും പറയും. കോമണനാണെങ്കിലും പറയും, അംബുജാക്ഷനാന്നൊക്കെയും പറഞ്ഞു കളയും. പക്ഷേ നീ നിന്നെ വിലയിരുത്തുന്ന എന്തായിരിക്കും അറിയാമോ? എടാ കള്ള എന്ന്. നീ കാണിക്കുന്നത് മുഴുവൻ ഏഷ്യൻ പെയിൻസിൻ്റെ ചായം വാങ്ങിച്ച് അടിച്ചു കാണിക്കുന്ന ഡെക്കറേറ്റഡ് ആയിട്ടുള്ളൊരു ഫേക്ക് പേഴ്സണാലിറ്റിയാണ് അല്ലേടാ നീ. നീ കള്ളനല്ലേ. അതിനാണ് മനസാക്ഷി കുത്ത് എന്ന് പറയുക. അത് വലിയ കുത്താണത്. ഡോക്ടർമാർക്കൊന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല അതിൻ്റെ വേദന. പുറത്തുനിന്നുള്ള ആന കുത്താൻ വരുന്ന സമയത്ത് നമ്മൾ തീപ്പന്തം കാണിക്കാം. ആനയ്ക്ക് തീപ്പന്തം കണ്ടാൽ പേടിയാ, ഓടിക്കോളും. പക്ഷെ ഉള്ളിലുള്ളൊരു കുത്ത്, അത് ഏത് തീപ്പന്തം കാണിച്ചിട്ടാണ് നമ്മൾ ഇല്ലാതാക്കുക? മഞ്ജു വാര്യർ ഇന്നലെ ഒരു വലിയ മോട്ടോർ സൈക്കിൾ, BMW എന്തിൻ്റെ മോട്ടോർ സൈക്കിളും ഇങ്ങനെ പോകുന്നു. പുറകിൽ ഷൂട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ. എന്നിട്ട് നാട്ടുകാരെ കാണിക്കുന്നു. എന്നിട്ട് എൻ്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു, ദേ കണ്ടോ. ആരെയാണ് പ്രധാനമായിട്ട് കാണിച്ചതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദേ കണ്ടോ. അതിൻ്റെ പുറകിൽ പിള്ളേരെ എഴുതും. പിള്ളേർക്കൊരു രസമാണ്. ഓ ചേച്ചി സൂപ്പർ, ഓ ചേച്ചി സൂപ്പർ, ഓ സൂപ്പർ സ്റ്റാർ. അതിങ്ങനെ എഴുതി കൂട്ടും, ആൾക്കാരെ എഴുതി കൂട്ടും. അവർക്കെന്ത് പോയി. കോഴിക്കോട് മറ്റൊരു ടീച്ചറുണ്ട്, അതിൻ്റെ പാട്ട്, അതിൻ്റെ ഭർത്താവും കൂടി പാട്ട് പാടും. ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു സർക്കസാണത്. ചില ആൾക്കാർ പറയും, സ്വാമി ഒരു പാട്ട് മുഴുവനായിട്ട് പാടാം. ഞാൻ ഒരു വലിയ പാടുള്ളൂ. കാരണം ഞാൻ തൊള്ള തുറക്കുമ്പോൾ തന്നെ ഏതൊരു പാട്ട്, അതിന് തൊള്ള തുറക്കുമ്പോൾ എൻ്റെ മനസ്സിൽ യേശുദാസ് വന്നു, ഡാ എന്നും പറഞ്ഞ്. വേണ്ട അവനവൻ്റെ പണി ചെയ്താൽ മതിയും പറഞ്ഞു. അപ്പോൾ നിർത്തും. അതുകൊണ്ടാണ് അരവരി ഞാൻ പാടുന്നത്, പിന്നെ പാടില്ല. കാരണം അതിനകത്ത് ഒരുപാട് അതിനകത്ത് ശാസ്ത്രങ്ങളുണ്ട്. മാത്രമല്ല സംസ്കൃതം വേറെ പഠിക്കണം. ലഘുസിദ്ധാന്ത കൗമുദി, സിദ്ധാന്ത കൗമുദിയൊക്കെ. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് കേട്ടിട്ട് പലരും മുത്തം തെറ്റ ഒരു അറബിയോ അല്ലെങ്കിൽ ജപ്പാനീസ് ഭാഷയെന്ന് തോന്നും. വിസർഗം എന്ന് പറഞ്ഞ് ലുക്കിലൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാം. അപ്പോൾ ആള് വിട്ടുകളയും ആൾക്കാർ. അപ്പോൾ കഴിഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം കഴിഞ്ഞില്ലേ. രാമ എന്ന് പറഞ്ഞാൽ രാമൻ, രാമ എന്ന് പറഞ്ഞാൽ ഹേ രാമ ഇവിടെ വരുന്നതായി. പ്രഥമ സംബോധനയാണ്. രാമാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വേറെ ഒന്നായി, രാമന്മാരെന്നായി. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടാത്തത്. നമുക്കറിയാവുന്ന ജോലികളെ ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടേക്ക് കടന്നു വന്നതാണ്. ഏതായാലും ഞാൻ ഇവിടുത്തെ പാട്ടുകാരിയുടെ കാര്യം, അവരവരുടെ ഭർത്താവും കൂടി പാടുന്ന കേട്ട കഷ്ടം തോന്നും. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതി വയ്ക്കുക, സൂപ്പർ ചേച്ചി, സൂപ്പർ ചേച്ചി, സൂപ്പർ ചേച്ചി. ചേച്ചിയുടെ ശബ്ദം ജാനകിയുടെ പോലെയാണ്. പാട്ട് കേൾക്കുമ്പോൾ MS സുബ്ബലക്ഷ്മി ഓർമ്മ പോലെയാണ്. അവർ സ്വയം ഒരു വിലയിരുത്തൽ വേണ്ടേ? താളമില്ല, ഭാവമില്ല, രാഗമില്ല, കോപ്പുമില്ല, ഒന്നുമില്ല, സംഗീതമായിട്ട് പോലെ ബന്ധവുമില്ല. പക്ഷെ നാട്ടുകാർ പറയും, ഓ ഗംഭീരമായിട്ട് ഓ ചേച്ചി മദ്രാസിന് പോകേണ്ടതായിരുന്നു, എന്നാൽ ചിത്ര ചേച്ചിയെ എയറിൽ പോയാൽ ചിത്ര ചേച്ചി എന്നൊക്കെയും പറയും. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അത് പറയും. പക്ഷേ നമ്മളൊരു പേനയും ഒരു കടലാസും എടുത്ത് നമ്മൾ എഴുതണം, നമുക്ക് എത്ര ഉയരമുണ്ട്,
നമുക്കെത്ര തടിയുണ്ട്, നമുക്കെത്ര ഭാരമുണ്ട്, ആരാണ് നമ്മൾ, കഹ അഹം, അങ്ങനെ സ്വയം ഒരു വിലയിരുത്തൽ വേണം. അതില്ലാതെ വരുമ്പോൾ നമ്മൾ സ്വയം ഡെക്കറേറ്റ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് വിലയിരുത്തിപ്പിക്കും. അവർക്കെന്ത് പോയി അവർ പറയും നിങ്ങളതിനെ ഏറ്റവും വലുതെന്ന് പറയും. സോഷ്യൽ മീഡിയയിൽ ഈ മഞ്ജു വാര്യർ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചിത്രങ്ങളിടും. അതൊരു രോഗമാണ്. തന്നെ താൻ മറന്നാലും നാട്ടുകാർ മറക്കരുത്. അതുകൊണ്ട് ചത്തുമ്പോൾ ചിലർ എഴുതി വയ്ക്കും എൻ്റെ ഒരു പ്രതിമ. അത് ഇന്ന സ്ഥലത്ത് തന്നെ വീടിൻ്റെ മുമ്പിൽ തന്നെ വെക്കണം, ഞാൻ കുതിരേമയിരിക്കുന്ന ഒരു പ്രതിമ. ചാവാറായിട്ട് കിടക്കുമ്പോൾ അവസാനത്തെ ആഗ്രഹം അതെന്തിനാ മുത്തച്ഛ? ആൾക്കാർ കാണട്ടെ എൻ്റെ മഹിമ, ചത്ത് കഴിഞ്ഞിട്ടെ. അയാൾക്ക് അവരുടെ വല്ല മെച്ചമുണ്ടോ? അപ്പോൾ ഇവിടെ വലിപ്പം വളക്കേണ്ടത് അവനവനായിട്ടാണ് വലിപ്പം വളക്കേണ്ടത്. ആദ്യം രമിക്കേണ്ടത്, അഭിരമിക്കേണ്ടത് അവനവൻ്റെ വലിപ്പത്തിലാണ്. ആ വലിപ്പം നമുക്ക് കാട്ടായം കൊണ്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ. മഞ്ജു വാര്യർ ഇപ്പോൾ വലിയൊരു മോട്ടോർ സൈക്കിളിന്മേ ഇങ്ങനെ പോകുന്നു, തുപ്പിയും കിരീടമൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ അഭ്യാസം കാണിച്ചു അത്രേ. ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു, അതാണ് അഭ്യാസം. ഒരു സിനിമാ നടനുണ്ട് തല എന്ന് പറഞ്ഞ, തല, അദ്ദേഹത്തിൻ്റെ പേരെന്താ, അജിത്താണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിച്ചില്ല, ശാലിനി എൻ്റെ കൂട്ടുകാരിയാണ്. അല്ല, ശാലിനി അല്ലേ, ആ കുട്ടിയെ വിവാഹം കഴിച്ചാൽ എനിക്ക് അതൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. അനിയത്യപ്രാപില നായികയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് ആണെന്ന് തോന്നുന്നു എനിക്ക്. അജിത്ത് തന്നെ, തല അജിത്ത്. അയാൾക്കൊരു ഈ മോട്ടോർ സൈക്കിൾ കാറിൻ്റെ ക്രേസുള്ള മനുഷ്യനാണ്. അത് കണ്ടിട്ടാണ് ഇത് ചെയ്തത് എന്നൊരു കമൻറ്റും. ബൈക്ക് ഓടിച്ച് ധനുഷ്കോടിയോളം പോയി അവിടെ നിന്ന്, എറണാകുളത്ത് നിന്ന് എന്നാണ് പറയുന്നത്. പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാ. ഞാൻ ഋഷികേശിൽ പോയിട്ട് ബൈക്കുമ്പോൾ ഇരുന്നിട്ട് പറയാം ഞാനിതാ ഋഷികേശ് വരെ ബൈക്ക് ഓടിച്ചു വന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എവിടെ നിന്നോ തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് മദ്രാസിൽ നിന്നല്ലേ പറയുക. അവിടുത്തെ ബൈക്കുമ്പോൾ കയറി എന്നുള്ള ഫോട്ടോ ആണ്. ആരെ കളിയാക്കുന്നത്? എന്തായാലും ഏത് രീതിയിൽ എങ്ങനെ ഉയർന്നാലും എവിടെയെങ്കിലും ഒരു അപാകതയുണ്ടെങ്കിൽ 6 അടി 3 ഇഞ്ച് ഉയരമാണ്, മുഖസൗന്ദര്യം, നല്ല ശബ്ദം, നല്ല ശാരീരമൊക്കെ നല്ലത്, നല്ല കൈകൾ, നല്ല നീണ്ട നഖമുള്ള വിരലുകൾ, നല്ല നിറം, പിന്നെ ഒരു കാല് മറ്റേ കാലിൽ നിന്ന് 1/2 ഇഞ്ച് നീള വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ആളുകൾ എന്താ പറയുന്നത് അറിയോ? മുടന്തൻ. ഈ കണ്ണ് കറക്റ്റാണ്, ഇവിടെ തന്നെയാണ്. ഈ കണ്ണ് കുറച്ച് ഇങ്ങനെ മാറിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ്. ബാക്കിയൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ആൾക്കാരെന്താ പറയുക? കോങ്കണ്ണെന്ന്. മഞ്ജു വാര്യരെ, നിങ്ങളുടെ ഒരു ഭാഗം തളർന്നു കിടക്കുകയാണ്. നിങ്ങളൊരു അമ്മയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പ്രസവിച്ചിട്ടുണ്ട് നിങ്ങൾ. അമ്മയാകണമെങ്കിൽ പ്രസവിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. പാമ്പിനെ നമ്മൾ അമ്മ എന്ന് പറയാറില്ല. പാമ്പ് പ്രസവിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അതിന് കുട്ടികളുണ്ടോ എന്നറിയില്ല, ആ കുട്ടികളൊപ്പം കൊണ്ട് നടക്കാറില്ല, ആ കുട്ടികൾ അമ്മയെന്ന് വിളിക്കാറുമില്ല. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രസവിച്ചൊരു സ്ത്രീയാണ്. അമ്മയാണോ അറിയില്ല. ആണെങ്കിൽ നിങ്ങൾ അമ്മയെന്ന് വിളിക്കാൻ ഒരാളുണ്ടാകണം ഈ ലോകത്തിൽ. ഉണ്ട്, പക്ഷെ അവർ നിങ്ങളെ വിളിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ പോരായ്മ. അവിടെ തീരുകയാണ് എല്ലാം. ഇവർക്ക് വേണ്ടി കമൻ്റ് ഇടുന്നത് മുഴുവൻ കൂടുതൽ സ്ത്രീകളാണ്. പണ്ട് കവിയൂർ പൊന്നമ്മ മരിച്ച സമയത്ത് അതിലൊരാളുടെ കമൻ്റ് ഞാൻ കണ്ടു. എൻ്റെ അമ്മ മരിച്ചിട്ട് 18 വർഷങ്ങളായി. എൻ്റെ അമ്മയുടെ ചിത്രത്തിന് പകരം ഞാൻ കവിയൂർ പൊന്നമ്മയുടെ ചിത്രം വെച്ചിട്ടുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ടത്. അത്രത്തോളൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ വന്നു, നീ ആരടാ? ഞാൻ അവരുടെ അഭിനയത്തെക്കുറിച്ചൊന്നും വിമർശിച്ചിട്ടില്ല.
അവരുടെ ഭാഗ്യ സൗന്ദര്യത്തെക്കുറിച്ച് വിമർശിച്ചിട്ടില്ല. പക്ഷേ ഒരുത്തൻ എൻ്റെ അമ്മയ്ക്ക് പകരം അവരാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയല്ലടാ മോനെ, അത് കേസും കെട്ടി വേറെയാണെന്ന് പറഞ്ഞോടുകൂടി ഭയങ്കര ലഹളി. ചിത്ര പാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവരെ വിമർശിക്കാൻ കഴിയില്ല. കാരണം ആയി കൂടി എനിക്ക് അറിയാവുന്നത് സാ രീ ഗ മ പ ധ നി, അങ്ങനെ 7 അക്ഷരമുണ്ട് പാട്ടിൽ, ഇത്രേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെയുള്ള ഞാൻ അവരെങ്ങനെ വിമർശിക്കുക? പക്ഷേ ലോകത്തിൽ ഒരുപാട് അമ്പലങ്ങളുണ്ടായി. പക്ഷേ പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിച്ച സമയത്ത് ഇവരെ കൊണ്ട് ആരോ പറയിപ്പിച്ചതാണ്. അത് ശരിയല്ല, നിങ്ങളത് പറഞ്ഞത് ശരിയല്ല, അത് മറ്റുള്ളവർ ചാനലൈസ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞതോടുകൂടി അതിൻ്റെ പേരിൽ എനിക്ക് അറ്റാക്ക് ഉണ്ടായി. അറ്റാക്ക് അതിൻ്റെ വഴിക്ക് നടക്കും. നമ്മൾ വീട്ടിലിരുന്ന് അറ്റാക്ക് ഉണ്ടാവില്ലല്ലോ. ആയതുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരോടൊന്നും എനിക്കൊരു ഉറപ്പും ഒരു വെറുപ്പുമില്ല. മഞ്ജുവിൻ്റെ ആത്മധൈര്യം എന്ത് കൊണാപ്പാണ് ഈ പറയുന്നത്? ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആത്മധൈര്യമാണോ? ഇന്ന് ഞാൻ മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിരുന്നു. അവിടുത്തെ രാമകൃഷ്ണാശ്രമത്തിൽ, അത് ഗുരുദേവൻ്റെയും രാമകൃഷ്ണൻ്റെയും അമ്മയുടെയും കൂടിയിട്ടുള്ളൊരു ആശ്രമമാണത്. 3 പ്രതിഷ്ഠകളാണ്. ഒരിക്കൽ ഞാൻ എവിടെയോ പോയി വരുമ്പോൾ ഒരു സ്ത്രീ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകണം. അപ്പോൾ എൻ്റെ ഒരു ബുള്ളറ്റാണ്. ഞാൻ ഒരുവിധ സ്പീഡിലാണ് പോകണം. എനിക്ക് പോകണത് ഒരു 50-60 കിലോമീറ്റർ സ്പീഡിലാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു സ്ത്രീ ഭൂമെന്നൊരു പോക്ക്. ആ സ്ത്രീയുടെ പുറകിൽ 2 കുട്ടികളുണ്ട്. എനിക്ക് ദേഷ്യം വന്നു. ഇപ്പം ഞാൻ ആലോചിക്കുക എനിക്കെന്തിനാ ദേഷ്യം വന്നതെന്ന്. അന്ന് ദേഷ്യം വന്നു. ഞാൻ പിന്നാലിട്ട് പിടിച്ച ബുള്ളറ്റല്ലേ, 80-ലോ 90-ലോ വിട്ടാലും ബുള്ളറ്റിന് കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഭൂന്ന് പറഞ്ഞ് വിട്ട് അവിടെ ഞാൻ അവർ കവർ ചെയ്ത് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? 2 കുട്ടികളെയും വെച്ച് ഇങ്ങനെയാണോ കാണിക്കുക? ആ സ്ത്രീ ഏത് രാക്ഷസനാണ് ഈ മതി കാണിക്കുന്നത്? ഇയാൾ ആരാണ് ഇയാൾ? എൻ്റെ വസ്ത്രവും കാര്യങ്ങളെയും കണ്ടപ്പോൾ അതിനെ ആശ്രമത്തിൽ വന്നിട്ട് പറയാം, സോറി സ്വാമി, മര്യാദയ്ക്ക് വാഹനം ഓടിച്ചു പോകും, നിങ്ങൾക്ക് അവിടേക്ക് എത്തണ്ടേ, അതോ നിങ്ങൾ യവലോകത്തേക്കാണോ പോകുന്നത് ചോദിച്ച് എന്തിനു പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ ആ ഭാര്യയും ഭർത്താവോട് വന്നിട്ട് പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, സ്വാമിക്ക് സമ്മാനം തരുന്ന എന്തിനു വേണ്ടി എന്താ അറിയോ? ഇവരോട് 2 വർത്താനം പറഞ്ഞതിന് പേരില്ല. 10 നിമിഷം മുമ്പ് വീട്ടിൽ പുറപ്പെടില്ല. എനിവേ, ഇവിടെ കേരളത്തിൽ ഇന്ന് പുരുഷന്മാരേക്കാൾ കൂടുതൽ പെട്രോൾ ചിലവാക്കി കുടുംബത്തിലെ കാര്യമാണേ. മക്കളെ കൊണ്ടാക്കണം. ഭർത്താവ് ആ സമയം എഴുന്നേറ്റ് വേറെ പല്ലും തേച്ച് അവിടെ നിന്ന് തയ്യാറാക്കി അത് കഴിച്ച് അവൻ്റെ വഴിക്ക് പോവും. ആ വീട്ടിൽ 3 മണിക്ക് എഴുന്നേറ്റ് എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ട ഈ കുട്ടിയാണ്. മക്കളെ സ്കൂളിൽ കൊണ്ടാക്കണം, പലചരക്ക് പോകണം, പാല് വാങ്ങിക്കാൻ പോകണം. അപ്പം അതിന് ഈ സ്കൂട്ടർ കൊണ്ട് അപ്പം ഞാൻ ഇപ്പോൾ സ്ത്രീകളെ കളിയാക്കാറില്ല. കാരണം വെച്ചാൽ അവർ പാവങ്ങൾ 100,000 നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി നടക്കുകയായിരിക്കും ബുള്ളറ്റുമേ, അവരതല്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഒരു ബുള്ളറ്റ് ഓടിച്ചു, വലിയൊരു മോട്ടോർ സൈക്കിൾ ഓടിച്ചു ആത്മധൈര്യം എന്ത് കോപ്പിലെ വർത്താനായി പറയുന്നു. ആത്മധൈര്യം, മഞ്ജുവിൻ്റെ ആത്മധൈര്യം. ഇവിടെ ഏത് സ്ത്രീകളാ മോട്ടോർ സൈക്കിൾ ഓടിക്കാത്തത്? അവരെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് മാത്രം, അവരവരുടെ കാര്യങ്ങൾക്കാണ് പോകുന്നത്. പക്ഷെ അവരെക്കുറിച്ച് നമ്മൾ ആരും അറിയുന്നില്ല. ഇവർ സിനിമാ നടിയായിട്ട് അറിയുന്നു. ആകട്ടെ, മോട്ടോർ സൈക്കിൾ ഓടിക്കട്ടെ, പക്ഷേ അതിൻ്റെ പുറകിൽ ആത്മധൈര്യമാണ്, അസാമാന്യതകൾ, അത് കലർത്തിയുള്ള വാക്കുകളെ കൊണ്ട് മൂടുക. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, ഇത്തരം കാട്ടിക്കൂട്ടുള്ള എവിടെ എത്തിച്ചേർന്നാലും ആ പഴയ വാക്കിനെ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ പ്രസവിച്ചൊരു സ്ത്രീയാണ്, അമ്മയാകാൻ ശ്രമിക്കുക. ഈ ജന്മത്തിൽ എപ്പോഴെങ്കിലും, ഇത് കുടുംബകാര്യമൊന്നല്ല ഈ പറയുന്നത്, ഇവിടെയുള്ള എല്ലാ അമ്മമാരുടെ കാര്യമാണ് പറയുന്നത്, ജനറലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു സ്ത്രീ ആയാൽ വേണ്ടുന്ന ചില ക്വാളിറ്റികളുണ്ട്. ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് 7 ക്വാളിറ്റികളെക്കുറിച്ച്. അത്തരം ക്വാളിറ്റികളൊന്നുമില്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വയം മർമ്മതിച്ച് നടക്കല്ലേ, ഈ ലോകത്തെ കൺമുമ്പിൽ കാണാതെ. എനിക്ക് ഭാര്യയില്ല, കുട്ടികളില്ല, പക്ഷേ
അഹങ്കാരത്തോടുകൂടി ഞാൻ പറയുകയാണ്. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരുന്ന സമയത്ത് കയ്യിൽ ഇത്രയും മിഠായി വാങ്ങിച്ചാൽ വരിക. കാരണം വഴിയിൽ വരുന്ന വഴിക്ക് 1 വയസ്സും 1.5 വയസ്സുള്ള പിള്ളേരെ ഇവിടെ എന്നൊക്കെയും വർത്താനം പറയുമവർ. എന്നെ അറിയാം. അവരങ്ങനെ ഈ ശബ്ദം കേൾക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കും. എൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് അറിയാം. ആ കുട്ടികൾക്ക് കൊടുത്ത് സായുജ്യം ഉൾക്കൊള്ളുന്നവനാണ് ഞാൻ. അപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, അപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും. എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, അണ പൊട്ടി ഒഴുകുന്ന രീതിയിൽ ഒഴുക്കാൻ സ്നേഹമുണ്ട്. കെട്ടി തടഞ്ഞു നിൽക്കുന്ന സ്നേഹം, ഇടുക്കി ഡാമിലെ വെള്ളം പോലെ. ഇവിടെ ഈ സ്ത്രീ സ്വയമായിട്ട് കാണിക്കുന്ന പൊങ്ങച്ചങ്ങൾ, വാനിറ്റികൾ, അതെങ്ങനെയാണ് അവരെ രമിപ്പിക്കുന്നത്? എന്ത് തന്നെയുണ്ടെങ്കിലും സാമ്പാറിനകത്ത് വെണ്ടക്കായ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉരുളക്കിഴങ്ങില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. മുരിങ്ങക്കായ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. പുളി പിഴിഞ്ഞിട്ടില്ല എന്നാലും കുഴപ്പമില്ല, എല്ലാമുണ്ട്. ഉപ്പില്ല, കഴിഞ്ഞില്ലേ. ഉപ്പിടാത്ത സാമ്പാർ. ഇതുപോലെയാണ് ഇവർക്ക്. എന്തുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര പണമുണ്ടെങ്കിലും എത്ര പ്രശസ്തി ഉണ്ടെങ്കിലും ഈ രീതിയിലുള്ള കാട്ടായങ്ങളെ കൊണ്ട് ആളുകൾ എല്ലാവരും വാരി വലിച്ചു, അയ്യോ അസാമാന്യ ധൈര്യം, വിമതി ധൈര്യം എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടാത്ത വലിയൊരു കാര്യമുണ്ട്. അതെപ്പോഴും മനസ്സിലുണ്ടാകണം. മീനാക്ഷിയുടെ സ്നേഹം. പലരും പറയും പൈസ കണ്ടിട്ട് ഓടിപ്പോയതാണെന്ന്. വരയിലും പൈസയുണ്ടല്ലോ. ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചു. കാവ്യ മാധവൻ രണ്ടാനമ്മയാണ്. അവിടെയാണ് സന്തോഷമായിട്ട്. ഒന്നാനമ്മ ഉള്ളപ്പോഴും പെറ്റമ്മ ഉള്ളപ്പോഴും രണ്ടാനമ്മയുടെ അരികത്താണ് സ്വർഗം കാണുന്ന ഈ കുട്ടി. എന്താ കാരണം? അത്രയും മറപ്പും വെറുപ്പോ. എന്താ കാരണം? എന്തോ ചില കാരണങ്ങൾ. ഒരു കാരണമില്ലാണ്ട് ഇങ്ങനെ ആവില്ലല്ലോ. എല്ലാ അറപ്പും വെറുപ്പും കാലങ്ങൾ മാറ്റുമല്ലോ. ഇതെന്താ മാറ്റാത്തത്? എന്തോ സംതിങ് റിമെയിൻസ്, എന്തോ അതിൻ്റെ പുറയിലുണ്ടെന്നർത്ഥം. ഏതായാലും ഒരു റേഞ്ച് റോവർ പുറകിലെ ക്യാമറയും വെച്ച് ഓടിച്ച്, മുമ്പിലൊരു വണ്ടി 1/2 കിലോമീറ്റർ ഓടിച്ച്, അല്ലെങ്കിൽ ഒരു 100 മീറ്റർ ഓടിച്ച്, തൻ്റെ അസാമാന്യ ആത്മധൈര്യം കാണിക്കുന്ന സമയത്ത് പുജ്ഞമാണ്. പുജ്ഞം കാണുന്നവർക്ക് പുജ്ഞമാണ്. പുജ്ഞം ഓർത്താൽ നല്ലത്. വല്ലാതെ നെകളിക്കരുത്. നിങ്ങളുടേക്കും വലിപ്പം അത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അതിലപ്പുറം വലിപ്പമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ.